ഏതൊരാൾക്കും ഈ ഒരു അനുഭവം വരാതിരിക്കട്ടെ എന്ന ആമുഖത്തോടെയാണ് ഞാൻ ഈ വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നത്. തിരുവനന്തപുരത്ത് പോത്തൻകോട്ട് 13 വയസ്സുകാരി അയൽവാസി പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പോലീസ് വീഴ്ചയിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പെൺകുട്ടിയുടെ പിതാവ്. മകൾക്കെതിരായ പീഡന ശ്രമം പ്രതിരോധിച്ചതാണെന്ന് പറഞ്ഞിട്ടും പോലീസ് ആദ്യം കേൾക്കാൻ തയ്യാറല്ലെന്ന് ചൂണ്ടിക്കാണിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം പരാതി നൽകും. മാത്രമല്ല, ഈ പ്രതിയെക്കുറിച്ച്, ഈ പോക്സോ കേസിലെ പ്രതിയെക്കുറിച്ച് ആലോചിക്കാതെ അദ്ദേഹത്തിനെതിരെയായിരുന്നു പോലീസ് നീങ്ങിയത്. അവസാനം കോടതി ഇടപെട്ടാണ് അദ്ദേഹത്തിന് താൽക്കാലികമായി നീതി ലഭിച്ചത്. ഷബീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷബീദ്, ഈ പോലീസിന് കണ്ണില്ല എന്നാണോ നമ്മൾ കരുതേണ്ടത് ഈ പറയുന്ന തൽപര പോലീസ് സ്റ്റേഷനിലെ? സംഭവവുമായി ബന്ധപ്പെട്ട അടിമുടി പോലീസ് എടുത്ത കാര്യങ്ങളിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വാർത്ത ആദ്യം പുറത്തേക്ക് അല്ലെങ്കിൽ പുറം ലോകത്തേക്ക് അറിയിച്ചതും. അതായത് ഈ സംഭവം നടക്കുന്നത് പോത്തൻകോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അതായത് 13 വയസ്സുള്ള പെൺകുട്ടിയെ അയൽവാസിയായ 40-കാരൻ ആക്രമിക്കുന്നത്, ഉപദ്രവിക്കുന്നത് കണ്ടാണ് ആ പിതാവ് ഒരു തടിക്കഷ്ണം ഉപയോഗിച്ചുകൊണ്ട് അയൽവാസിയെ ആക്രമിച്ചത്. ഈ അയൽവാസി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത ശേഷം ചില കാര്യങ്ങൾ, അതായത് മുൻവൈരാഗ്യം കൊണ്ട് പിതാവ് തന്നെ ആക്രമിക്കുകയായിരുന്നു ഒക്കെയുള്ള കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു. പോലീസ് ആകട്ടെ ഈ പിതാവിനെ കസ്റ്റഡിയിലെടുത്ത്, ഈ പിതാവ് അപ്പോഴും പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ആ പിതാവുമായിട്ടടക്കം സംസാരിച്ചു, ഈ പിതാവിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്ത ഇദ്ദേഹത്തെ ആ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നാലെയാണ് ഈ പിതാവ് ആറ്റിങ്ങൽ കോടതിയിൽ തനിക്ക് നേരിട്ട അനുഭവം, അതായത് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ തന്റെ മകളെ ആക്രമിച്ചതുകൊണ്ടാണ് താൻ അങ്ങനെ ആക്രമിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. തുടർന്ന് കോടതിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായി. അങ്ങനെ 2 ദിവസം ഈ പിതാവ് ജയിലിൽ കിടന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന കാര്യം. അങ്ങനെ കോടതി ഇടപെടലോടുകൂടിയാണ് പിന്നീട് പോലീസ് ഈ വിവരം ശരിയാണ് എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ഈ അയൽവാസിക്കെതിരെ പോക്സോ കേസ് അടക്കമുള്ള കാര്യങ്ങൾ ചുമത്തുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഏതായാലും ഈ സംഭവത്തിൽ ഇന്നലെ വൈകിട്ടോടുകൂടി പിതാവ് ജയിലിൽ നിന്ന് മോചിതനായിട്ടുണ്ട്. അദ്ദേഹത്തിന് ബെയിലൊക്കെ കിട്ടി അദ്ദേഹം മോചിതനായിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരാതി കൊടുക്കുന്നത് ആലോചിക്കുന്നുണ്ട്. അതേസമയം നമ്മൾ വ്യക്തിപരമായി അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് പോലീസ് വീഴ്ചയാണ്, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചില ഭീഷണിയും ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങളൊക്കെ ആ പിതാവിനുണ്ട് എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തേക്ക് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അത് പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറല്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ സംഭവത്തിന്റെ ഞെട്ടലിലാണ് അദ്ദേഹം. ഈ പിതാവിന്റെ അഭിഭാഷകനുമായിട്ടടക്കം നമ്മൾ നിരന്തരം ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം വിവരശേഖരണവും ആരംഭിച്ചിട്ടുണ്ട്. SKN. ഓക്കെ, ഈ പോലീസ് സ്റ്റേഷനിലെ പോലീസിന്റെ നീതിബോധം നമ്മൾ അടിവരയിട്ട് രേഖപ്പെടുത്തണം. സ്വന്തം മകളെ, അതും പ്രായപൂർത്തിയാകാത്ത മകളെ മറ്റൊരു അയൽവാസി പീഡിപ്പിക്കുന്ന കണ്ടപ്പോൾ തടിക്കഷ്ണവുമായി അയാളെ നേരിട്ട പിതാവിനെതിരെ കേസെടുത്തു. എന്നാൽ പോക്സോ കേസ് പ്രതി നിരപരാധിയാണെന്ന രീതിയിൽ പെരുമാറുകയും ചെയ്തു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കും. അവസാനം കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ആ മനുഷ്യൻ കുറച്ചു കാലം ജയിലിൽ കിടന്നതിന്, സ്വന്തം മകളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ പേരിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.